നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രൂപ 1.5 കോടി ലോട്ടറി അടിച്ച പോലെ. മോളെ മീനാക്ഷി, നിനക്ക് നന്ദി. അയ്യോ മോളെ, മോളെ, അയ്യോ മോളെ, മൈഥിലി, മൈഥിലി, മോളെ, 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 മൈഥിലി, ഒന്നുമില്ല. മോളെ, മൈഥിലി, മോളെ, മൈഥിലി, മോളെ, പേടിക്കണ്ട ചേച്ചി. മൈഥിലി, മോളെ, മൈഥിലി, 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 ഒന്ന് മാറിക്കേ. മൈഥിലി, മോളെ, മൈഥിലി. മോളെ, കല്യാണ സ്ഥലത്ത് ഒരു കൂട്ടത്തല്ല് നടക്കും. മോനെ കാർത്തികേ, കാറ് വേഗം കൊണ്ടുവാ. നമുക്ക് മൈഥിലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. ഒന്ന് നിന്നേ. അമ്മയ്ക്കിനെ മനസ്സിലായില്ലേ? അല്ല, ഇത് മുല്ലക്കാട്ട് സുഭദ്രയല്ലേ? ഓ, സുഭദ്ര ദൈവം കൊണ്ട് എത്തിച്ചതാണല്ലോ ഇവിടെ. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവല്ലേ സുഭദ്രേ? മൈഥിലി, മോളെ, അതിനുള്ള സമയം ഇനി ഇല്ല അമ്മേ. ഇനി ഏത് സമയത്തും ഡെലിവറി നടക്കാം. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ലേ? കൊണ്ടുപോകുന്ന കാറിൽ വെച്ച് പ്രസവം നടന്നാലോ? അയ്യോ അയ്യോ ഈശ്വര. ഇക്കാര്യം ഞാൻ ഏറ്റു, പേടിക്കണ്ട. അല്ല, അത് എന്നെ കുറിച്ച് നിങ്ങൾക്കാർക്ക് അറിയാത്തോണ്ടാ. അമ്മ പറഞ്ഞു തരും. മോളെ, ഒന്നുമില്ല. ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സാ സുഭദ്ര. വർഷങ്ങളായി ലേബർ റൂമിന്റെ ചാർജാ. പേടിക്കണ്ട. നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി. ഈ കുട്ടിയുടെ കാര്യം ഞാൻ ഏറ്റു. എല്ലാവരും പുറത്തേക്ക് പൊയ്ക്കോ. പേടിക്കട്ടോ. വന്നേ, സൂക്ഷിച്ച്. പുറത്തേക്ക് നിൽക്ക്. ആ, കരയാതെ മോളെ. കുറച്ചു നേരത്തേക്ക് ഈ വേദന അനുഭവിച്ചേ പറ്റൂ. ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതല്ലേ നല്ലത്. എന്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു അച്ഛാ. അതിന്റെ സമയം കഴിഞ്ഞു പോയിന്നല്ലേ അവര് പറഞ്ഞേ. പ്രസവം എടുക്കുന്ന നേഴ്സാ അവര്, പുന്നക്കാട്ടെ സുഭദ്ര. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ കാറിൽ വെച്ച് പ്രസവിക്കുമെന്നാ അവര് പറയുന്നേ. എന്തായാലും അവര് എക്സ്പെർട്ടാ, നമുക്ക് അവരെ വിശ്വസിക്കാം. മോനെ കാർത്തിക്, അമ്മേ, മോൻ വിഷമിക്കണ്ട. ഇല്ല, മൈഥിലിക്ക് ഒന്നും പറ്റില്ല. സമാധാനായിട്ടിരിക്കെ. ഡെലിവറി ഡേറ്റ് ആയില്ലല്ലോ. ആയിട്ടില്ല. എന്നാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്ത് കാര്യം? ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ദൈവം തന്നതാ.
അച്ഛനുമായിട്ടായിരിക്കും കുഞ്ഞിന് കൂടുതൽ അടുപ്പം. അത് മറക്കണ്ട. എന്റെ ACP അച്ഛാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. കുഞ്ഞിനെ ഉടനെ തന്നെ കാണാൻ പറ്റും. അവരിപ്പൊ കൊണ്ടുവരും. നീ കുഞ്ഞിനോട് പോലീസ് മുറയിലൊന്നും പെരുമാറിയേക്കല്ലേ? ഒന്ന് പോടാ. അമ്മേ, കാണിച്ചു കൊടുക്കുമ്പോളെ കുഞ്ഞിന്റെ അച്ഛനെ. ഇങ്ങ് തന്നെ. സൂക്ഷിച്ച്. എല്ലാവരെയും കാണിച്ചു കൊടുക്ക. അപ്പൂപ്പനെയും അമ്മൂമ്മയും മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ. പൊന്നു മോള്. മീനാക്ഷി സൂക്ഷിച്ച്. അച്ഛന്റെ ചായയല്ലേ ഇവൾക്ക്? കാർത്തിക്കിന്റെ. ഏയ്, എനിക്ക് തോന്നുന്നത് കുട്ടിക്ക് അതിന്റെ അമ്മൂമ്മയുടെ ചായയാണെന്നാ. സാവിത്രി ചേച്ചിയുടെ. നീ എന്നെ അതൊന്ന് കളിയാക്കിയതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കുട്ടിക്ക് അതിന്റെ അമ്മയുടെയും അച്ഛന്റെയും ചായയല്ലേ വരൂ. അതാണല്ലോ അതിന്റെ ശരീരശാസ്ത്രം. ഇന്നെന്തായാലും ചെമ്പകമംഗലത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. എല്ലാം കൊണ്ടും നല്ല ദിവസം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.